കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ പോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് പരമാവധി ഇല്ലാതാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും കറക്റ്റ് സമയത്തിനല്ലാത്ത ഭക്ഷണം ഇടവിട്ട് കഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, സ്കിപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവന്നാൽ, കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ, സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിശ്രമ സമയം, ഉറക്കത്തിൻ്റെ അവസ്ഥ, അമിതമായ ഉറക്കവും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ നേരത്തുള്ള ഉറക്കവും, ഇത് രണ്ടും ചിലപ്പം മൈഗ്രെയിൻ ഉണ്ടാക്കാൻ കാരണമാക്കാറുണ്ട്. അപ്പം കറക്റ്റുള്ള ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ നമുക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ടോയ്ലറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് സമയത്ത് ശരീരത്തിലുള്ള വേസ്റ്റ് ഒഴിവാക്കുന്ന രീതിയാണല്ലോ ടോയ്ലറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. 1, 2, 3 ദിവസങ്ങളിൽ മലബന്ധം സംഭവിക്കുകയും മലശോധന നടക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മളെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് എല്ലാവർക്കും സ്ട്രെസ്സൊക്കെ വരും, പക്ഷേ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. അത് നേടിയെടുക്കുക. അങ്ങനെ സ്ട്രെസ്സ് നമ്മളെ ഭരിക്കാത്ത അവസ്ഥയിൽ നമ്മൾ സ്ട്രെസ്സിനെ ഭരിക്കുന്ന രീതിയിൽ നമ്മളൊരു കഴിവുകൾ നേടിയെടുക്കുക എന്നുള്ളതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്.